മനുഷ്യജീവനെടുത്ത് വീണ്ടും ആനക്കലി. അതിരപ്പള്ളിയിൽ പുല്ലേർക്കാട് സ്വദേശി മോഹനനെ ആന ചവിട്ടിക്കൊന്നു. ഫെൻസിംഗ് തകരാർ പരിഹരിക്കാത്തതിൽ വഴിതടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. യോഗം വിളിച്ച് വനം മന്ത്രി. മാസപ്പടി കേസിൽ നടപടി കടുപ്പിക്കാൻ ഇഡി. വീണയുടെ ലോക്കർ തുറന്നു പരിശോധിക്കും. ഉടൻ സമൻസ് അയക്കും. റെയ്ഡിൽ കിട്ടിയ തെളിവുകൾ കോടതിക്ക് കൈമാറും. സംസ്ഥാനത്ത് NIA റെയ്ഡ്. പരിശോധന കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ. തെരച്ചിൽ മലപ്പുറത്ത് സ്ഫോടക വസ്തു എത്തിച്ച കേസിൽ. റെയ്ഡ് തുടങ്ങിയത് പുലർച്ചെ 5 മണിക്ക്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളി സാമ്പിളുകളുടെ പരിശോധനാ ഫലം SITക്ക്. പാളികൾ മാറ്റിയതായി കണ്ടെത്തിയില്ലെന്ന് സൂചന. അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള ഗൗരവത്തിലെടുക്കുമെന്ന് K മുരളീധരൻ. ഓപ്പറേഷൻ സിന്ദൂർ 2 നടക്കാൻ സാധ്യത തള്ളാതെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. വീണ്ടും യുദ്ധം വേണ്ടിവന്നാൽ രാജ്യത്തിന്റെ സേന സജ്ജം. അടിയന്തര സാഹചര്യം നേരിടാൻ കൂടുതൽ തയ്യാറെടുക്കുകയാണെന്നും ജനറൽ ദ്വിവേദി. കർണാടകത്തെ നയിക്കാൻ DK ശിവകുമാർ എത്തുന്നു. നിയമസഭാ കക്ഷി യോഗം വൈകിട്ട്. സത്യപ്രതിജ്ഞ ഉടൻ നടത്താൻ നീക്കം. മകന് മന്ത്രിസഭയിൽ സുപ്രധാന വകുപ്പടക്കം ഉപാധികൾ വെച്ച് സിദ്ധരാമയ്യ. ടാറ്റയെ സിംഗൂരിലേക്ക് മടക്കിയെത്തിക്കാൻ BJP. നീക്കം ബംഗാൾ നിക്ഷേപ സൗഹൃദം എന്ന സന്ദേശം നൽകാൻ. উত্তরবাদিত্ব ഏറ്റെടുക്കുന്നതായി বিজেপি আমরা বার্তা দিতে চাই যে পশ্চিমবঙ্গের কোন শিল্পপতি ব্রাত্য নয়, রাজ্যের স্বার্থ কারোর ব্যক্তিগত ইগোর থেকে বেশি। টাটা যদি সিঙ্গুরে ফিরতে চায় ফিরবে, না হলে অন্য যে কোনো জায়গায় ফিরবে। স্থানটা বড় কথা না, টাটাকে ফেরানো একটা বার্তা দেওয়ার। ടാറ്റയുടെ നിലപാട് കാത്ത് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മഴ കനത്തു. തിരുവനന്തപുരത്ത് മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നാളെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. മുതിർന്ന CPM നേതാവ് TP ദാസൻ അന്തരിച്ചു. TU കുരുവിളയുടെ സംസ്കാരം നാളെ. നേതാക്കളെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് ഈ സംഭവം നടന്നത്. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. പ്രതിഷേധക്കാർ ചാലക്കുടി ആനമല ദേശീയപാത ഏറെ നേരം ഉപരോധിക്കുകയുണ്ടായി. തുടർന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ MLA സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എങ്ങനെയായിരുന്നു ഈ ദാരുണ സംഭവം? നാട്ടുകാരുടെ പ്രതിഷേധം എന്തായിരുന്നു? എങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചത്? മഞ്ജുഷി, കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് ഈ പറയുന്ന അപകടമുണ്ടായത്. മോഹൻ എന്ന് പറയുന്ന കർഷകൻ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ആനയെ അദ്ദേഹം തന്നെയായിരുന്നു എപ്പോഴും തുരത്തി ഓടിച്ചിരുന്നത്. അവിടുത്തെ ഫെൻസിങ് തകരാറിലായിരുന്നു. അതായത് സോളാർ വൈദ്യുത ഫെൻസിങ് ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ. പക്ഷെ അത് തകരാറായിട്ട് കാലങ്ങൾ ഏറെയായി. അതേസമയം തന്നെ ഈ ആന ഇറങ്ങുമ്പോൾ അതിനെ തുരത്തി ഓടിക്കുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ കർഷകർക്കും അദ്ദേഹം സഹായം ചെയ്തു പോന്നിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അയൽവാസികൾ
ആളുകളാണ് ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിലവിളിച്ചത്. അത് കേട്ടുകൊണ്ട് ആന എവിടെയെന്ന് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു മോഹനൻ. അങ്ങനെയാണ് ആന ഈ ഇരുളിൽ തന്നെയാണ് മോഹന് ആനയെ കണ്ടെത്താനായില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ മോഹനന്റെ നേരെ ആന ചീറിപ്പാഞ്ഞു വരികയും ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ചാലക്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപേ മോഹനന്റെ കൃഷിയിടത്തിലെ കൃഷികളും ഇങ്ങനെ കാട്ടാനകൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ ഉപരോധം ഏർപ്പെടുത്തിയതും. ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. എന്തായാലും ഈ ഉപരോധം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇടപെട്ടതിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. അത് തിങ്കളാഴ്ച വനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരും. അതിരപ്പള്ളിയിൽ യോഗം ചേരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വനംവകുപ്പ് വേണ്ട നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഞ്ജുഷ്. ശരിയാ, ഞാൻ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രാഥമിക ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഒരാഴ്ചക്കിടെ 3 മരണമാണ് സംഭവിച്ചത്. മന്ത്രിയുടെ കയ്യിൽ ഒറ്റമൂലിയില്ല. ഫെൻസിംഗ് മറികടന്നാണ് അതിരപ്പള്ളിയിൽ കാട്ടാന എത്തിയതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഒരാഴ്ചക്കിടയിൽ 3ാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇതിനൊരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ സംഭവിച്ച മരണത്തിൽ അവിടെ ഫെൻസിങ് ഉള്ളതാണ് എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന പ്രാഥമിക റിപ്പോർട്ട്. ആ ഫെൻസിങ് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. രാത്രി 1:30 മണിക്ക് തന്നെ അലേർട്ടും കൊടുത്തായിരുന്നു. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അലേർട്ട് കൊടുത്തു. പക്ഷേ മനുഷ്യരെന്താ ചെയ്യും? കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് മുമ്പിൽ വീട്ടുമുറ്റത്ത് ആന നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ ചാലക്കുടിയിൽ വെച്ച് ചാലക്കുടി പ്രദേശത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ യോഗം നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, ഒരാളുടെ കയ്യിലും ഇല്ല. ഇത് ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളത് പരിഹാരം ഉണ്ടാകും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൊറുതിമുട്ട് ജനങ്ങൾ വയലൻ്റായി പ്രതികരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ്റിന് തരണം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ NIA-യുടെ പരിശോധന. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പരിശോധന. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ ലോറിയിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടക്കുന്നത്. KV ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടുണ്ടോ? മഞ്ജുഷയെ കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെ 4 ജില്ലകളിലായാണ് NIA-യുടെ പരിശോധന പുലർച്ചെ 5 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും കണ്ണൂരിലെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂരിൽ പരിശോധന പൂർത്തിയായി NIA സംഘം മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാലായിരുന്നു പരിശോധന നടത്തിയത്. ചിറ്റാരിക്കാലിലെ സജി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇവിടെയും പരിശോധന നടത്തിയപ്പോൾ സംഘം പോയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 2 ഇടത്തുണ്ടായിരുന്നു. മുഗു റോഡിലും ഒരു പരിശോധന ഉണ്ടായിരുന്നു. ഈ കേസിലെ തന്നെ പ്രതിയായ മുഹമ്മദ് സലീമിന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെ പരിശോധന നടത്തിയത്. അവിടെ നിന്നും സംഘം മടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2026 ഫെബ്രുവരി 2-ന് ഇത്തരത്തിൽ ലോറിയിൽ വലിയ തോതിൽ ജലാറ്റിൻ സ്റ്റിക്ക് പിടികൂടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉറവിടം കണ്ടെത്താനാണ് ഈ പരിശോധന നടത്തിയത്. പക്ഷേ കാര്യമായ തെളിവുകളൊന്നും ഈ ഒരു പരിശോധനയിൽ കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ കാസർഗോഡ് തന്നെ ചിറ്റാരിക്കാലിൽ, കടുമേനിയിൽ ഈ സജി എന്ന് പറയുന്നവരുടെ പൂട്ടിയ ഒരു കോറയായിരുന്നു. അവിടെ പരിശോധന നടത്തി. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തി. ഏതായാലും കാര്യമായ തെളിവുകളൊന്നും NIA-ക്ക് ലഭിച്ചിട്ടില്ല. NIA സംഘം ഇവിടെ നിന്നെല്ലാം പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച പരിശോധനയാണ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇവരുടെ വീടുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും ഒക്കെ പരിശോധന നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തിരൂരങ്ങാടി, മലപ്പുറത്തും പരിശോധന നടത്തി. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി NIA-യുടെ ഭാഗത്ത് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കാനുണ്ട്. എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ മറ്റോ ഇതിന്റെ തെളിവുകളോ ലഭിച്ചോ എന്നത് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പരിശോധന നടത്തിയ 5-6 ഇടങ്ങളിൽ നിന്നും കാര്യമായ വസ്തുക്കളൊന്നും പിടികൂടാനായിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. മഞ്ജുഷ്. ശരി, കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ആന്തൂർ കാറടുക്ക കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂടാകുളത്തെ രാജേഷിന്റെ ഭാര്യ സൗപർണികയെയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1 മാസം മുൻപാണ് കുടുംബം പുതുതായി പണിത വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത്. കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, എന്താണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് പിന്നിൽ? മഞ്ജുഷ, സൈനികന്റെ ഭാര്യയായ സൗപർണിക എന്ന് പറയുന്ന 41 വയസ്സുകാരിയാണ് ഇങ്ങനെ വീട്ടിലെ ബെഡ്റൂമിലെ ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് നിലവിൽ ഈ ഒരു ജീവനൊടുക്കാൻ ഇടയായ കാരണം എന്തെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പോ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസം മുൻപാണ് ഇവരുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് കഴിഞ്ഞത്. ഈ ചടങ്ങിന് നാഗാലാൻഡിൽ ജോലി ചെയ്തിരുന്ന സൈനികനായ രാജേഷ് എത്തിയിരുന്നു. അദ്ദേഹം തിരിച്ചു പോയതേ ഉള്ളൂ. ഏതായാലും ഈ വിവരം അറിഞ്ഞത് ഇദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് മരണകാരണം ഈ ജീവനൊടുക്കാൻ ഇടയായ സാഹചര്യം എന്തെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷെ, ഈ ഒരാഴ്ചക്കിടെ മാത്രം 4ഓളം ഭർത്തൃമതികളാണ് ഇങ്ങനെ ജീവനൊടുക്കിയത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഇന്നലെയും ഇത്തരത്തിൽ അശ്വതി എന്ന് പറയുന്ന 24 വയസ്സുകാരി ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫാത്തിമത്ത്, സുബൈദ, സമീറ എന്ന് പറയുന്ന മറ്റ് 2 യുവതികളും ഈ ആഴ്ച തന്നെ ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതിലും തുടർച്ചയായി ഇത്തരത്തിൽ ഭർത്തൃമതികൾ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് സൗപർണിക എന്ന് പറയുന്ന ഇത്തരത്തിൽ കാറടുക്ക കർമ്മന്തൊടിയിലെ 41 വയസ്സുള്ള ഭർത്തൃമതി ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് ആന്തൂർ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ആന്തൂർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുഷ്. ശരി, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ ലോക്കർ ED തുറന്ന് പരിശോധിക്കും. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. CMRLനെതിരെ കോടതിയിൽ ശക്തമായ വാദമുയർത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. തെളിവുകൾ മുദ്രവെച്ച കവറിൽ നൽകും. റെയ്ഡിൽ നിന്ന് കിട്ടിയ തെളിവുകളും കോടതിയിൽ ഹാജരാക്കും. CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം ഊർജിതമാക്കുകയാണ് ED. അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരിക്കുന്ന ഹർജിയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ED നീക്കം. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് EDക്ക് വേണ്ടി ഹാജരാകുന്നത്. അതേസമയം തന്നെ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ED പിടിച്ചെടുത്ത രേഖകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. EDയെ സംബന്ധിച്ചിട്ട് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് EDയുടെ വാദം. SFIO സമർപ്പിച്ചിരിക്കുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് EDയുടെ നീക്കം. പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് പരിശോധിച്ചപ്പോൾ ആ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അത് പരിശോധിച്ചപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ EDക്ക് ഇതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് EDയുടെ വാദം. അങ്ങനെയാണ് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി തള്ളുകയും CMRL നൽകിയിരുന്ന, അതായത് ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയിരുന്ന ഹർജി തള്ളുകയും അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും CMRL ഉദ്യോഗസ്ഥരുടെയും വീടുകളിലടക്കം അടിയന്തരമായി റെയ്ഡുമായി ED പോവുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേ ആവശ്യപ്പെട്ട് തന്നെയാണ് CMRL സമീപിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഈ SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ല എന്നതിലുള്ള സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഇതിനായി CMRLന് വേണ്ടി വാദിക്കാൻ സുപ്രീം കോടതിയുടെ മുതിർന്ന അഭിഭാഷകൻ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം CMRLനെ സംബന്ധിച്ചിട്ട് CMRLന്റെ പിന്നിലുള്ളത് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് ആണ്. വീണ തൈക്കണ്ടിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നതാണ് എന്നാണ് EDയുടെ വാദം. ED നടത്തിയിട്ടുള്ള എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള പണമിടപാടിൽ ഏത് തരത്തിലാണ് കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുള്ളതെന്നുള്ളതാണ് EDയുടെ പരിശോധന. പ്രത്യേകിച്ചും 2019 ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL മാസപ്പടി നൽകുന്നു എന്നുള്ള കാരണം കണ്ടെത്തിയത്. അതിന് IT സേവനങ്ങൾ നൽകുന്നു എന്നായിരുന്നു എക്സാലോജിക് സൊല്യൂഷന്റെ വാദം. അങ്ങനെയായിരുന്നു. പക്ഷേ IT സേവനങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരു രേഖയും ഹാജരാക്കാൻ
എക്സാലോജിക് സൊല്യൂഷൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ വീണയ്ക്ക് 5 ലക്ഷം രൂപയും കമ്പനിക്ക് മുഴുവൻ 5 ലക്ഷം രൂപയും അതിൽ 3 ലക്ഷം രൂപ വീണയ്ക്കും 2 ലക്ഷം രൂപ എക്സാലോജിക് സൊല്യൂഷൻസിന്റെയും അക്കൗണ്ടിലാണ് പോയത് എന്നാണ് കണ്ടെത്തിയ SFIO. അതുകൊണ്ട് തന്നെ ഈ 1.8 എന്നുള്ളത് 2.8 കോടി രൂപയുടെ 8.3 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരം ഇടപാടുകൾ അത് മാത്രമല്ല എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL കമ്പനി തിരിച്ചടവില്ലാതെ 50 ലക്ഷത്തോളം രൂപ ലോൺ അനുവദിച്ചിരിക്കുന്നു. ഇതൊക്കെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് എന്നുള്ളതാണ് ഇഡിയുടെ സംശയം. അത്തരം സംശയങ്ങളിലേക്ക് കൂടി ഇഡി വിരൽ ചൂണ്ടുന്ന ഇഡി അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇഡി അന്വേഷണം സാധ്യമാകുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ഇഡിയുടെ ഭാഗത്തുനിന്നും. അതേസമയം വീണ വിജയന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം HDFC ബാങ്കിന്റെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തത്. അതിൽ 1.5 ലക്ഷം രൂപയായിരുന്നു ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന. ആ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കും മറ്റ് അക്കൗണ്ടുകളിലേക്കും മറ്റു പണമിടപാടുകളും ഇഡി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റെയ്ഡിനിടെ നടന്നിട്ടുള്ള ഡിജിറ്റൽ ഇഡി റെയ്ഡിനിടെ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ ഡിവൈസുകളിൽ വീണയുടെ ഫോണുമുണ്ട്. ആ ഫോൺ പരിശോധന വീണയുടെ പ്രസൻസിൽ വെച്ച് വേണോ അതല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കുമോ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമാകാനുണ്ട്. എന്തായാലും വീണയ്ക്ക് അതുപോലെ CMRLന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. വീണ്ടും വീണയെ നോട്ടീസ് അയച്ച് വിശദമായ ചോദ്യം ചെയ്യലിന് വീണ വിധേയമാകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇഡി നിലപാട്. ശബരിമലയിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന സൂചന നൽകി നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. പൂശിയ സ്വർണം മാത്രമാണ് തട്ടിയെടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജംഷഡ്പൂരിലെ ലാബാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് കൊല്ലം കോടതിയിൽ നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ശേഷം മാത്രമാണ്. കാരണം വലിയ രീതിയിൽ അന്വേഷണ പുരോഗതി വന്നിരുന്ന പിന്നീട് സ്വാഭാവിക ജാമ്യവും മറ്റും പ്രതികൾക്ക് ലഭിക്കുകയും പിന്നീട് അന്വേഷണ പുരോഗതി തന്നെ വളരെ മന്ദഗതിയിലേക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ജംഷഡ്പൂരിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയിൽ നിന്നുള്ള പൂശിയ സ്വർണ്ണമാണ് വേർതിരിച്ച് കൊള്ള നടത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ ഉയർന്നിരുന്ന ഒരു പ്രധാന ആക്ഷേപം അല്ലെങ്കിൽ കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പവും ഇവിടെ നിന്നും സ്വർണം പൂശാൻ എന്ന വ്യാജേന കൊണ്ടുപോവുകയും തിരികെ എത്തിച്ചത് മറ്റൊരു പാളികളാണ് എന്നായിരുന്നു തുടക്കത്തിൽ നിലനിന്നിരുന്ന സംശയം. പക്ഷേ അത് അങ്ങനെയല്ല. സ്വർണം അവിടെ നിന്നും പൂശിയ സ്വർണം വേർതിരിച്ചെടുത്ത് അതിൽ നിന്നാണ് കൊള്ള നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ഈ കൊള്ള നടത്തിയിട്ടുള്ള സ്വർണം അത് കണ്ടെത്തുക എന്നതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുൻപാകെ നിലനിൽക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം കേസ് കോടതിയിലെത്തുമ്പോൾ ഈ ഒരു തൊണ്ടി മുതലാണ് പ്രധാനമായും തെളിവായി നിൽക്കുക. അത് കണ്ടെത്തിയില്ല എങ്കിൽ അത് പ്രധാന വെല്ലുവിളിയാകുകയും ചെയ്യും. പ്രത്യേകിച്ചും പ്രതികൾക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുക, മറ്റ് അവസാനഘട്ട അന്വേഷണം പൂർണ്ണമാക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന് മുമ്പിലെ പ്രധാന വിഷയം. മാത്രമല്ല കുറ്റപത്രം ഏറ്റവും എളുപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ കൊല്ലം കോടതിയിൽ സമർപ്പിക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഹൈക്കോടതിയാണ് SITയെ നിയോഗിച്ചത്. മാറ്റാൻ സർക്കാരിന് അധികാരമില്ല. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ തൃപ്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. കാരണം ഹൈക്കോടതിയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പരിശോധിച്ചിട്ടേ തീരുമാനമെടുക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ പോലീസ് റിപ്പോർട്ട് ഗൌരവത്തിലെടുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. ഭരണസമിതി കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ സർക്കാർ അത് പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല, ആരാണെങ്കിലും. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോടാണ് അഭിപ്രായം ഗവൺമെന്റ് ചോദിച്ചത്. അവരുടെ അഭിപ്രായമാണ് പത്രത്തിൽ ടിവിയിലൊക്കെ കണ്ടത്. പക്ഷേ അതിന്റെ പേരിൽ അന്വേഷണം നടത്താതിരിക്കില്ല. ആഭ്യന്തര മന്ത്രാലയമായിട്ട് ആലോചിച്ച് അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിക്കും. എല്ലാം സുതാര്യമായിരിക്കണം. സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. അതിന്റെ റിപ്പോർട്ട് ഇനി
ക്ഷേത്രം തന്നില്ലെങ്കിലും ഗവൺമെന്റ് അതിന്റെ കണക്ക് ഞങ്ങൾ പുറത്തുവിടും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിയമസഭാ കക്ഷി യോഗം ചേരാനാകാതെ ഇടതുമുന്നണി. ഉപനേതാവ് പദവി വേണമെന്ന് CPI നിർബന്ധം പിടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ സഭാ സമ്മേളനത്തിന് മുൻപ് മുന്നണിയുടെ നിയമസഭാ കക്ഷിയോഗം ചേരാറാണ് പതിവ്. MLA-മാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നയപ്രഖ്യാപനവുമൊക്കെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ മുന്നണിക്ക് കക്ഷിയോഗം വിളിക്കാൻ സാധിച്ചിട്ടില്ല. സാങ്കേതികമായി ഇല്ലാത്ത ഒരു പദവിക്ക് വേണ്ടിയാണ് CPM-ഉം CPI-യും തർക്കിക്കുന്നത്. നിയമസഭാ ചട്ടങ്ങളിൽ ഒരിടത്തും പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയില്ല. എന്നാൽ 2006 മുതൽ രണ്ട് മുന്നണികളും ഉപനേതാവായി തങ്ങളുടെ മുതിർന്ന MLA-മാരെ ഉയർത്തിക്കാട്ടാറുണ്ട്. സഭാ നടപടികളിൽ പങ്കെടുക്കുമ്പോൾ സ്പീക്കർമാർ ഉപനേതാവ് എന്ന് സംബോധന ചെയ്യാനും തുടങ്ങി. G. കാർത്തികേയനും കോടിയേരി ബാലകൃഷ്ണനും MK മുനീറും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അങ്ങനെ വിവിധ സർക്കാരുകളുടെ കാലത്ത് പ്രതിപക്ഷ ഉപനേതാക്കളായി. ഇടതുമുന്നണി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതൃപദവിയും CPM-ആണ് കൈവശം വയ്ക്കാറുള്ളത്. ഇത്തവണ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആദ്യമേ CPI ആവശ്യപ്പെട്ടു. അത് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM-ന്. എന്തായാലും CPM നിലപാടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിച്ചേ തീരും. അത് CPI ശ്രമിക്കുകയാണ്. CPM-ന്റെ നിയമസഭാ കക്ഷിയോഗം ചേരാനും ഇത്തവണ വൈകി. ഇന്നലെ ചേർന്ന യോഗം നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെയും തിരഞ്ഞെടുത്തു. എന്നാൽ ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. കൊട്ടാരക്കര MLA-യും മുൻ ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെ ഉപനേതാവാക്കാനാണ് CPM-ന്റെ തീരുമാനം. CPI തർക്കമുന്നയിക്കുന്നതിനാൽ അതിലേക്ക് കടക്കാനും കഴിയുന്നില്ല. പദവി CPM വിട്ടു നൽകിയാൽ ഒല്ലൂർ MLA-യും മുൻ റവന്യൂ മന്ത്രിയുമായ K. രാജൻ ഉപനേതാവാകും. BV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ടാറ്റയെ സിംഗൂരിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ BJP. സിംഗൂരിന്റെ വ്യാവസായിക പൈതൃകം തിരികെ പിടിക്കുന്നതിനൊപ്പം ബംഗാൾ നിക്ഷേപ സൗഹൃദമാണെന്ന സന്ദേശം കൂടി നൽകാനാണ് BJPയുടെ ശ്രമം. 2008-ൽ ടാറ്റ ഗ്രൂപ്പിന്റെ നാനോ പ്രോജക്ടിനായുള്ള ഭൂമി ഏറ്റെടുക്കലാണ് ബംഗാളിൽ CPM-ന്റെ അടിവേരിളക്കിയതും തൃണമൂൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വഴിയൊരുക്കിയതും. ടാറ്റയെ ബംഗാളിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കുകയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഷമീക് ഭട്ടാചാര്യ ന്യൂസ് 18-നോട് പറഞ്ഞു. ফেরা বই এটা আমাদের কাছে একটা চ্যালেঞ্জ। আমরা একটা বার্তা দিতে চাই যে পশ্চিমবঙ্গের কোনো শিল্পপতি ব্রাত্য নয়, রাজ্যের স্বার্থ কারোর ব্যক্তিগত ইগোর থেকে বেশি। আমাদের মুখ্যমন্ত্রী এর উপরে কাজ করেছেন, যোগাযোগ আছে, কেন্দ্রীয় নেতৃত্ব আমাদের সহযোগিতা করছেন। দেশের অর্থমন্ত্রী থেকে প্রধানমন্ত্রী সবাই পশ্চিমবঙ্গের অর্থনৈতিক স্থিতির একটা পরিবর্তন হোক, বাংলা নিজের পুরনো গৌরব ফিরে পাক, এর জন্য তারা সচেষ্ট আছে। টাটা যদি সিঙ্গুরে ফিরতে চায় ফিরবে, না হলে অন্য যে কোনো জায়গায় ফিরবে। স্থানটা বড় কথা না, টাটাকে ফেরানো একটা বার্তা দেওয়ার। സിദ്ധരാമയ്യയ്ക്ക് പിൻഗാമിയാകാൻ DK ശിവകുമാർ. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് DK ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞയും നടക്കും. 10 മന്ത്രിമാർ ശിവകുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും സിദ്ധരാമയ്യ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ മകൻ ഡോക്ടർ യതീന്ദ്രയ്ക്ക് സുപ്രധാന വകുപ്പ് കിട്ടും. ഓപ്പറേഷൻ സിന്ദൂർ 2 നടക്കാനുള്ള സാധ്യത തള്ളാതെ കരസേനാ മേധാവി. വീണ്ടും യുദ്ധം വേണ്ടി വന്നാൽ രാജ്യത്തിന്റെ സേനാ വിഭാഗങ്ങൾ സജ്ജരാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള ശത്രുതയ്ക്ക് താൽക്കാലിക വിരാമമുണ്ട്. അടിയന്തര സാഹചര്യത്തെ നേരിടാൻ 3 സേനാ വിഭാഗങ്ങളും കൂടുതൽ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the 3 services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the 3 services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role. What we have seen over a period of time, that it's 24/7, the battlefield is so transparent that every movement is known to the other side. Therefore, we have to be very cautious in terms of our deployment, in terms of our employment and the protection which is required to protect our troops as well as the civilians in the border areas.
As regards the information warfare, what has been brought out, victory is always in the mind, it's not on ground. Therefore, the information warfare is only successful if the whole of nation gets together and trusts the people who are giving the information. And if that happens, I can assure you that the nation will trust each other and all these stakeholders will always win the war. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ അവസാന സമയത്തും പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിയന്തരമായിട്ടൊരു സാഹചര്യം പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ ഉണ്ട് എന്ന് കരുതാനാവില്ലല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. പെട്ടെന്നൊരു സൈനിക നീക്കം ഉണ്ടാകുമെന്നോ എന്തെങ്കിലും ഒരു സൈനിക നീക്കം നടത്താൻ പോകുന്നു എന്ന സൂചനയൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഓപ്പറേഷൻ സിന്ദൂർ 2.0യ്ക്കുള്ള സാധ്യത തള്ളുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിർത്തിയിലെ സാഹചര്യങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുകയാണ്. ശത്രു രാജ്യവുമായുള്ള സംഘർഷം ഇപ്പോൾ ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിർത്തിയിലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണ്, സേനാ വിഭാഗങ്ങൾ സജ്ജമാണ്. 3 സേനകളും ആ രീതിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. വേണ്ടി വന്നാൽ തയ്യാറാകുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പുതിയൊരു പോർമുഖം തുറന്നു എന്ന സൂചനകളൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല. പക്ഷേ അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അതിർത്തിയിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ആധുനിക യുദ്ധരീതികൾ കടന്നു വന്നതോടുകൂടി അതിർത്തിയിൽ എന്തുണ്ടായാലും അത് ശത്രു രാജ്യവും നിരീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക്. നമ്മുടെ സേനാ വിഭാഗങ്ങളെയും ഒപ്പം തന്നെ പൗരന്മാരെ ഒരേപോലെ സുരക്ഷിതരാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ, ആ ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ. ഇറാൻ US വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ്. വൈറ്റ് ഹൌസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സമാധാന കരാർ വ്യവസ്ഥയിൽ ഇല്ലെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ഇറാൻ സമാധാന ചർച്ചകളിൽ ഇന്നലെ മുതൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. ഇരു രാഷ്ട്രങ്ങളും 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ധാരണയായിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിലുള്ള ട്രംപിന്റെ പ്രതികരണമായിരുന്നു വരാനിരുന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നത് വൈറ്റ് ഹൌസിൽ ഈ ധാരണാപത്രത്തിലുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി താൻ ദേശീയ കൗൺസിൽ അംഗങ്ങളുമായി ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം തന്റെ അന്തിമ തീരുമാനം അറിയിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഈ യോഗം 2 മണിക്കൂറാണ് വൈറ്റ് ഹൌസിൽ നീണ്ടുനിന്നത്. പക്ഷേ ഈ യോഗത്തിന് ശേഷവും ട്രംപ് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ കാത്തിരിപ്പിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ. ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയ പോസ്റ്റിൽ ഇറാൻ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗത നിയന്ത്രണം തന്നെയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണമെന്നും ഇതിലൂടെ ഒരു ടോൾ പിരിവും പാടില്ല എന്ന് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ ഒരു തരത്തിലുമുള്ള ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നും ഭാവിയിലാണെങ്കിലും ഇത്തരമൊരു നീക്കം നടത്തരുതെന്നും ട്രംപ് പറയുന്നു. അതുപോലെ എല്ലാവിധ സീ മൈനുകളും ഇറാൻ ഉടൻ തന്നെ നീക്കം ചെയ്യണം. ഇതെല്ലാം ഇറാൻ അനുസരിക്കുകയാണെങ്കിൽ മാത്രം US ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. അതുപോലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹായത്തോടെ ഇറാനിൽ അവശേഷിക്കുന്ന ന്യൂക്ലിയർ ഡസ്റ്റ് അമേരിക്ക നശിപ്പിച്ചു കളയുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചില ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്നാണ്. അതായത് US ഇറാനും തമ്മിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണാപത്രത്തിൽ ഇറാൻ ഈ ആണവ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും സമ്മതിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും IRGCയുമായി ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങളാണ് ഇത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനു പുറമെ ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗത നിയന്ത്രണത്തെ സംബന്ധിച്ചും ഇറാന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്നും പറയുന്നു. പ്രധാനമായിട്ടും ഇറാന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. ഇറാന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് മാത്രമേ
മാത്രമേ ഹോർമുസിലൂടെ ഗതാഗത നിയന്ത്രണം അനുവദിക്കൂ എന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല ഇനി ഇറാന് ഈ യുദ്ധത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഈ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് $12 ബില്യൺ നഷ്ടപരിഹാരം ഇറാന് അമേരിക്ക നൽകണം, അല്ലെങ്കിൽ ഇത് ടോൾ പിരിവിലൂടെ ഈടാക്കുമെന്നും ഇറാൻ കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ ചില മുതിർന്ന നേതാക്കൾ, ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗയി ആണെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നു. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറയുന്നത് അമേരിക്കയുടെ പ്രവൃത്തികൾ അടിസ്ഥാനമാക്കിയിരിക്കും ഈ സമാധാന കരാറിന്റെ ഭാവി എന്നാണ്. അതുപോലെ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വിവരം അവരുടെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനെ സംബന്ധിച്ചാണ്. ഈ സംസ്കാര ചടങ്ങ് ഉടൻ തന്നെ പ്രൗഢഗംഭീരമായി നടത്താൻ തന്നെയാണ് ഇറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവിധ ജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ചടങ്ങ് നടത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നു. അമേരിക്കയുമായി ഒരു സമാധാന കരാറിൽ എത്തിച്ചേർന്നാൽ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നടി അൻസിബ ഹസൻ കൊടുത്ത പരാതിയിൽ പോലീസ് നടപടികൾ ഉടൻ. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഇന്നലെ പോലീസിന് കൈമാറി. ലക്ഷ്മി പ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കണമെന്നും ഇവരിൽ നിന്ന് ₹1 കോടി നഷ്ടപരിഹാരം ഈടാക്കി തനിക്ക് നൽകണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. അൻസിബയെയും പരാതിയുള്ള മറ്റുള്ളവരെയും കേൾക്കാൻ തയ്യാറായ അമ്മ നേതൃത്വം അൻസിബ മുന്നോട്ട് വെച്ച ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് നടി അൻസിബ നൽകിയ പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ്. പോലീസ് മേധാവി ഉടനെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ പരാതി കൈമാറുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഏത് പരിധിയിലാണ് ഈ കേസ് വരുന്നതെന്ന് പരിശോധിച്ച ശേഷമായിരിക്കും അങ്ങോട്ടേക്ക് അയക്കുക. നിലവിൽ ഹൻസിബ പരാതി നൽകിയിരിക്കുന്നത് 2 പേർക്കെതിരെയാണ്. ഒന്ന് ലക്ഷ്മിപ്രിയ, നടി ലക്ഷ്മിപ്രിയ ഹൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതൊരു വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയയ്ക്കും, അതോടൊപ്പം തന്നെ അന്ന് പരാതിയെ തുടർന്ന് തന്നെ വിളിപ്പിച്ച വനിതാ SI ആയിട്ടുള്ള രേഷ്മ, തൃപ്പൂണിത്തുറയിലെ SI രേഷ്മ തന്നെയോട് മോശമായി പെരുമാറി 3 മണിക്കൂർ തന്നെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ച ശേഷമാണ് ഖേദപ്രകടനം തന്നിൽ നിന്നും എഴുതി വാങ്ങിച്ചത്. അതിന്റെ ഒരു സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണം എന്നുകൂടിയാണ് ഹൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ₹1 കോടി നഷ്ടപരിഹാരം നൽകണം ഇരുവരും ചേർന്നുമെന്ന് കൂടി പരാതിയിൽ പറയുന്നുണ്ട്. എന്നാലും ഹൻസിബ നൽകിയ പരാതി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയാകുമെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഹൻസിബ മറ്റൊരു പരാതി ടിനി ടോമിനെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ നൽകിയിട്ടുണ്ട്. ആ പരാതി കേൾക്കുന്നതിന് പ്രത്യേക സമിതി വേണമെന്നൊരു ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് അമ്മ. കാരണം അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു കീഴ്വഴക്കം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും ഇതുപോലുള്ള ആവശ്യവുമായി മുന്നോട്ട് വരും. ഹൻസിബയുടെ പരാതി കൃത്യമായി തന്നെ പ്രസിഡന്റും ഒപ്പം കമ്മിറ്റിയിലെ അംഗങ്ങളും കേൾക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കമ്മിറ്റിയിൽ തനിക്ക് വിശ്വാസമില്ല, തനിക്ക് നീതി ലഭിക്കുകയില്ല എന്നാണ് ഹൻസിബയും പറയുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ 6 ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ അപകടകരമായ അവസ്ഥയിൽ നിന്ന് മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീണു. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. അപകടത്തിൽ പ്രസ് ക്ലബ്ബ് ക്യാന്റീൻ ഭാഗികമായി തകർന്നു. റോഡിൽ അധികം വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരുവനന്തപുരം പ്രസ് ക്ലബിന് സമീപത്തെ മരമാണ് ഇപ്പോൾ കടപുഴകി വീണ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരേക്ക് യുവതി രക്ഷപ്പെട്ടത്. ഈ റോഡ് വഴി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിക് വാഹനത്തിലെ സ്കൂട്ടറിലെ യുവതിക്കാണ് മിനിറ്റുകളുടെ അതായത് വളരെ ചെറിയൊരു സമയത്തിന്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഈ മരം കടപുഴകി വീണത് പ്രസ് ക്ലബ് കെട്ടിടത്തിന്റെ ക്യാന്റീൻ പ്രവർത്തിക്കുന്ന ഭാഗത്തേക്കാണ്. ആ ഭാഗത്തും ആ സമയത്ത് ഭാഗ്യവശാൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. വളരെ പതുക്കെയാണ് മരം കടപുഴകി വീണത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവിടെ നിന്ന് മാറാനൊരു സമയം കിട്ടി. കഴിഞ്ഞ തവണയും ഇതേ ഒരു സമയത്ത്, അതായത് മഴക്കാലം ആരംഭിക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിന് ചേർന്ന മറ്റൊരു അപകടസ്ഥിതിയിലുള്ള ഒരു മരവും കടപുഴകി വീണിരുന്നു. അതിനുശേഷം ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ചിലതൊക്കെ
ഈ ഒരു കോർപ്പറേഷൻ അധികൃതരടക്കം മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തവണ അത് വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ സ്കൂട്ടർ യാത്രക്കാരെയും ഈ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും തലനാരിയൊക്കെ രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം വളരെ തിരക്കേറിയ ഒരു റോഡാണ്. ഇന്ന് വലിയ രീതിയിലൊരു തിരക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ അപകടം വലുതാവാതിരുന്നത്. മാത്രമല്ല ഈ ഭാഗത്താണ് കൂടുതൽ വാഹനങ്ങളും സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കൂടുതൽ വാഹനങ്ങളടക്കം നിർത്തിയിടുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴുകയോ മറ്റ് വാഹനത്തിന് മുകളിലേക്ക് വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ വലിയൊരു അപകടവും ജീവഹാനി അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ തലനാരയ്ക്ക് ഇപ്പോൾ ആ യാത്രക്കാരിയും ഒപ്പം ക്യാന്റീനിൽ ഉണ്ടായിരുന്ന ആൾക്കാരും രക്ഷപ്പെട്ടത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അപകടം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഉറങ്ങാൻ പോലും കഴിയാത്ത ഭീതിയിലാണ് ഇടുക്കി കട്ടപ്പന സ്വദേശി മാവുങ്കൽ തങ്കച്ചനും കുടുംബവും. നിയന്ത്രണം വിട്ടുവരുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് പതിക്കുന്നത് തങ്കച്ചന്റെ വീടിന് മുകളിലേക്കാണ്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന ഹിൽ ടോപ്പിലാണ് മാവുങ്കൽ തങ്കച്ചന്റെ വീട്. വീടിരിക്കുന്നത് താഴെയായതിനാൽ തന്നെ ഉയരത്തിലുള്ള കൊടുമ്പളവിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ജനുവരിയിൽ ടോറസ് ലോറി ക്രാഷ് ബാരിയർ തകർത്ത തങ്കച്ചന്റെ പുരയിടത്തിലേക്ക് മറിഞ്ഞു. വർഷത്തിൽ 2 അപകടമെങ്കിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അപകടഭീതിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണ് ഈ കുടുംബം. പിന്നെ ഈ വളവ് കാരണം ഒരു തരത്തിലും താഴെ കിടന്നിറങ്ങാൻ പറ്റിയില്ല. കാരണം എന്നും ആഴ്ചയിൽ ഒരു വണ്ടിയെങ്കിലും താഴോട്ട് വരിക, അതുപോലെ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളവും ഇതൊന്ന് കെട്ടിത്തരുമ്പോൾ ഇതിന് ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുമോ? ഇതിലാലൊന്നും ചെയ്യുക ഭരണകൂട ഇതിലാലൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം ഒരു മഴ പെയ്താലും കിടക്കാൻ പേടിയാ, വലിയ വണ്ടി വന്നാലും കിടക്കാൻ പേടിയാ. 30 വർഷമായി ഞാൻ കിടക്കണമെന്ന് അനുഭവിക്കാൻ തുടങ്ങി. അപകടങ്ങൾ തുടർക്കഥയായതോടെ കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് തങ്കച്ചൻ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും റോഡ് സുരക്ഷ മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഇവർ കൈയൊഴിയുകയാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ പോലുമാകാതെ ഭീതിയിലാണ് തങ്കച്ചനും കുടുംബവും. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ തെരുവുനായ വീട്ടമ്മയുടെ വിരൽ കടിച്ചു മുറിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 61-കാരി ഓമനയുടെ ഇടത് കൈവിരലാണ് കടിച്ചെടുത്തത്. മറ്റു 3 പേർക്ക് കൂടി നായയുടെ ആക്രമണത്തിൽ പരിക്കുണ്ട്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പേഴിമൂട്ടിലാണ് കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. പേപ്പട്ടി എന്നാണ് നാട്ടുകാർ സംശയിക്കുന്ന ഒരു തെരുവുനായ വീട്ടിലേക്ക് കടന്നെത്തി 4 പേർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ഇതിൽ ഓമന എന്ന 61-കാരിയുടെ കൈവിരൽ കടിച്ചു പറിച്ചെടുത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ശ്രീകണ്ഠൻ എന്ന 67-കാരനും ആക്രമണത്തിനിരയായി. അദ്ദേഹത്തിൻ്റെ ഇടതു കാലിൻ്റെ 2 വിരലുകൾക്കും കാര്യമായ കടിയേറ്റിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമീപവാസിയായ ഷാമില ബീബിക്കാണ് ആദ്യം തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇവരെ ആക്രമിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ ആക്രമിക്കുകയായിരുന്നു. മാഹിൻ കണ്ണെന്ന 56-കാരനെ. അദ്ദേഹത്തെയും ആക്രമിച്ച ശേഷമാണ് സമീപത്തെ ഓമനയുടെ വീട്ടിലേക്ക് തെരുവുനായ കടന്നെത്തുന്നതും ആക്രമണം നടത്തുന്നതും. ഇതിന് പേവിഷബാധ ഉണ്ട് എന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത്. എന്തായാലും ഇവരിപ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റവരെല്ലാം ചികിത്സയിലാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയ വീട്ടമ്മയെ ആദ്യം പട്ടി കടിക്കുകയും നിലവിളി കേട്ട് അവരുടെ ഭർത്താവ് വരുന്ന സമയത്ത് അദ്ദേഹത്തെയും ആക്രമിക്കുകയും അതിനെ തുടർന്ന് അടുത്തുള്ള വീട്ടിനുള്ളിൽ കയറി 2 പേരെ കടിക്കുകയും അവർക്ക് കൈയിൻ്റെ വിരലുകളിലും കാലിൻ്റെ വിരലുകളിലും മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ആരനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നൽകി വരികയാണ്. അതോട് അനുബന്ധിച്ച് തന്നെ പഞ്ചായത്തും ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്ത് വരികയും പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ തുടർന്ന് വീടിനുള്ളിലുണ്ടായ പട്ടിയെ സംബന്ധിച്ച് മുറിവിലൂടെ ഉണ്ടായ ബ്ലഡും എല്ലാം മുറിക്കുള്ളിലൊക്കെ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അവയെല്ലാം ഇന്നിപ്പോൾ ശുദ്ധീകരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ മെയ് 1 ഈ പ്രദേശത്തെ 12 പേരെ തെരുവുനായ ആക്രമിച്ചൊരു സാഹചര്യമുണ്ടായി. പ്രദേശത്തെ തെരുവുനായ ആക്രമണം രൂക്ഷമാണെന്നുള്ള സാഹചര്യം നിൽക്കുന്നു. നിരവധി പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും വിവിധ പാർട്ടികളും നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഇവരുടെ വീട്ടിലേക്ക് എത്തി 4 പേരെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും കൂടുതൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അരുൺ മോഹൻ, ന്യൂസ് 18 കാട്ടാക്കട.
എറണാകുളം കുമ്പളങ്ങിയിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ച നിലയിൽ. മാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ സ്ഥലത്ത് പുരോഗമിക്കുന്നു. പള്ളുരുത്തി സ്വദേശിയായ മനോജ് എന്ന വ്യക്തിയുടെ പച്ചക്കറി കടയിലാണ് ഈ കൊലപാതകം നടന്നത്. ഇന്ന് രാവിലെ ഈ മനോജ് പച്ചക്കറി കട തുറക്കാൻ വന്നപ്പോഴാണ് ഈ കടയ്ക്കുള്ളിലായി മാഹിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. മാഹിൻ തമിഴ്നാട് സ്വദേശിയാണ്. വർഷങ്ങളായി കുമ്പളങ്ങിയിലും പ്രത്യേകിച്ച് ഈ ഒരു മാർക്കറ്റ് പരിസരത്തുമൊക്കെ ജീവിക്കുന്ന ആളാണ്. ചെരുപ്പ് കുടയുമൊക്കെ നന്നാക്കുന്ന വ്യക്തിയാണ്. ഇടയ്ക്കൊക്കെ ഈ കടയിലാണ് അദ്ദേഹം കിടക്കുന്നത്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയായതിനാൽ കടയുടമ മനോജാണ് ആവശ്യപ്പെട്ടത് കടയ്ക്കുള്ളിലേക്ക് കയറി കിടന്നോളൂ എന്ന്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ കഴുത്തിലും മറ്റു ശരീരത്തിലുമൊക്കെ ആയിട്ട് വെട്ടേറ്റ നിലയിൽ രക്തം വാർന്ന് മരിച്ചിരിക്കുന്ന പോലെ മൃതദേഹം കണ്ടെത്തിയത്. ഉടനെ തന്നെ കുമ്പളങ്ങി പോലീസിനെ വിവരമറിയിച്ച് പോലീസ് ഇവിടെ എത്തി. അപ്പോൾ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ സമീപത്തെ CCTV അടക്കം പരിശോധിച്ചതിൽ നിന്നും 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അത് 2ഉം കുമ്പളങ്ങി സ്വദേശികൾ തന്നെയാണ്. പക്ഷേ അത് ആരാണെന്നുള്ളത് പോലീസ് വിവരം പുറത്തുവിട്ടിട്ടില്ല. ഈ ലഹരിക്ക് പിടിയിലായവർ, അതായത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതിൽ ഒരാൾ ലഹരിക്ക് അടിമയാണെന്ന് കൂടി പോലീസ് പറയുന്നു. ഇവർ പരിചയക്കാർ തന്നെയാണ്, അതായത് മരിച്ച മാഹിനുമായി പരിചയമുള്ളവർ തന്നെയാണ്. ഇനി അത്തരത്തിലുള്ള മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടോ ഇവരും തമ്മിലുള്ള ഒരു തർക്കത്തിനൊടുവിലാണോ ഈ കൊലപാതകം ഉണ്ടായത് എന്നൊരു സംശയത്തിലാണ് പോലീസും എത്തി നിൽക്കുന്നത്. നമുക്ക് ഈ സമീപത്തിലുള്ള നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ മരിച്ച വ്യക്തിനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്? വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ പുള്ളി കൊടയുടെ പണിയുമായിട്ടിരിക്കണം. ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് 4-5 ഈ മദ്യം ലഹരിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റിലേ പോയ ഇതുപോലത്തെ 3-4 പേരിവിടെ ഉണ്ട്. അവർ പല ടൈപ്പ് ആൾക്കാരാണ്. ഒരുത്തൻ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ തുണി വരെ ഊരി കാണിക്കുന്ന ടൈപ്പും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ടൈപ്പ് ആളുണ്ട്. അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റണമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ അധികാരികളുടെ മുമ്പിലൊക്കെ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ അക്രമ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം മാർക്കറ്റ് വെച്ച് വേറൊരാൾ ഇതുപോലെ തന്നെ കത്തിയെടുത്ത് വീശിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇനി ഇതും കുമ്പളെങ്കിൽ ഇതും ഇനി കൂടുതൽ ആവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ അധികാരികൾ വേണ്ടപ്പെട്ടവർ പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ വേണ്ടപ്പെട്ടവരോട് പരാതി പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കുഴപ്പക്കാരായിട്ടുള്ളവരാണെന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ അവരുടെ മനസ്സിൻ്റെ സമലത്തെ ആൾക്കാരാണ്. അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടത്. സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെ ജീവൻ്റെയും വില കൽപ്പിച്ചുകൊണ്ട് അത് ഇനിയെങ്കിലും അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. പലതവണ ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലേ പോലീസിന്, പക്ഷെ വേണ്ട നടപടി സ്വീകരിച്ചില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. ഇവിടെ മൊത്തത്തിൽ ചെറുപ്പക്കാർ പിള്ളേരെ ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞങ്ങൾക്ക് പേടിയാണ്. സ്കൂളിന് മുൻപ് ഞാനൊരു വണ്ടിപ്പണിക്കാരനാണ്. പിള്ളേരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. പിള്ളേരെ കാണിച്ചു കൊടുക്കുന്ന ഇത് കാണുമ്പോഴൊക്കെ ഇവിടെ അതിന് മാത്രം മദ്യപാനത്തിലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഈ മയക്കുമരുന്നിന് അടിമയിട്ടുള്ള പിള്ളേർ ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളും ഇവിടെ മുൻപും പ്രശ്നം ഉണ്ടാക്കുന്നവരും ഈ ലഹരിക്ക് അടിമയുള്ളവരാണ്. ഒത്തിരി പ്രാവശ്യം അടിമയായിട്ട് ലഹരിക്ക് അടിമയായിട്ട് തന്നെയല്ല, പ്രശ്നക്കാരാണ് ഇവിടുത്തെ സ്ഥിരം പ്രശ്നക്കാരാണ് അവർ. മാഹിനുമായി അവരെന്തെങ്കിലും പ്രശ്നം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതറിയില്ല, കൃത്യമായിട്ട് അറിയില്ല, കണ്ടിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെ, ഈ മാഹിൻ എന്ന വ്യക്തി ഒരു പാവാണ്. ശരിക്കും ഒരു പാവം മനുഷ്യനാണ്. അയാൾ ഇവിടെ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അയാളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആൾ കുട തയ്ച്ച് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഈ കടയിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് പോലെ രാത്രി കിടക്കുന്നൊരു മനുഷ്യനാണ്. അല്ലാണ്ട് വേറെ അയാളെ കൊണ്ടൊരു ഉപദ്രവം ഇന്നവരെയും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആയെന്നൊരാളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിലൂടെ ഇവിടുത്തെ സാമൂഹിക ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം കൊണ്ട് അത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവർക്കതിനുള്ള താല്പര്യമില്ല കൊണ്ടുപോകണം. പിന്നെ സ്കൂൾ ഇറക്കാൻ പോകണം. ഇനി മയക്കുമരുന്നായിട്ട് സ്കൂളിലൊക്കെ നടന്നാൽ എന്ത് ചെയ്യും? പിള്ളേരെന്ത് ചെയ്യും? മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെട്ടു പോകില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ പ്രതിവിധി കണ്ടാലേ പറ്റൂ മാത്രമേ പറയാനുള്ളൂ. നാട്ടുകാരാണ് അവരവരുടെ ഒരു ആശങ്ക കൂടി പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമയായി അക്രമം
അഴിച്ചുവിടുന്ന നിരവധി പേരുണ്ട്, 3-4 പേരുണ്ട്. പോലീസിനോടൊക്കെ അത് പരാതി പറഞ്ഞിട്ടെങ്കിലും വേണ്ട രീതിയിലുള്ളൊരു നടപടി സ്വീകരിച്ചില്ല എന്നുകൂടിയാണ് നാട്ടുകാർ പരാതിയിലൂടെ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി, ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് അടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവർ ലഹരിക്കടിമയാണ്, മുൻപും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുകൂടി നാട്ടുകാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പ്രതികളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ഒടുവിലായിരിക്കും ആ ഒരു വിവരങ്ങളും കൂടി പുറത്തു വരിക. അന്വേഷണ മികവ് കൊണ്ട് തെളിയിക്കപ്പെട്ട കേസുകളിലൊന്നാണ് മുതുകുളം സ്വദേശി തങ്കമ്മ എന്ന വയോധികയെ ജീവനോടെ കായലിൽ കെട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയ കേസ്. ഫോൺ രേഖകളോ CCTV ദൃശ്യങ്ങളോ മറ്റ് സാഹചര്യ തെളിവുകളോ ഇല്ലാതിരുന്ന കേസിൽ പ്രതി പ്രകാശനെ പോലീസ് വലയിലാക്കുന്നത് ഒരു കല്ലും അതിൽ കുരുക്കിയിരുന്ന കയറിന്റെ പ്രത്യേക കെട്ടും കണ്ടെത്തിയ. തങ്കമ്മയെ കാണാനില്ലെന്ന വിവരം പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നത് കൊലപാതകം നടന്ന് 12 മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ്. കുറ്റാന്വേഷണത്തിലെ നിർണായകമായ വിലപ്പെട്ട മണിക്കൂറുകൾ അപ്പോഴേക്കും അന്വേഷണ സംഘത്തിന് കൈവിട്ടു പോയിരുന്നു. തങ്കമ്മ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ്. പരിസരത്ത് CCTV ക്യാമറകളില്ല. തൊട്ടടുത്താകട്ടെ നിരവധി ആളുകൾ വന്നു പോകുന്ന ബോട്ട് ജെട്ടി. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയാതെ പോലീസ് അന്താളിച്ചു നിന്നു. ഞായറാഴ്ചയാണ് 82-കാരി കൊല്ലപ്പെട്ടത്. എന്നാൽ അന്വേഷണ സംഘത്തിനെ വഴിതിരിച്ചുവിടുന്ന നിർണായകമായ ഒരു മൊഴി അയൽവാസിയിൽ നിന്നും പോലീസിന് ലഭിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 7:30 തങ്കമ്മയെ കണ്ടു എന്നതായിരുന്നു ആ മൊഴി. 2 ദിവസത്തിനു ശേഷം കായംകുളം കായലിൽ അവരുടെ മൃതദേഹം പൊന്തി. പഴക്കം പരിഗണിച്ചാൽ തിങ്കളാഴ്ച തങ്കമ്മയെ കണ്ടുവന്ന മൊഴി കളവെന്നുറപ്പ്. അതോടെ മൊഴി നൽകിയ അയൽവാസി സംശയമുനയിലായി. കൈകാലുകൾ രണ്ടും തുണി ഉപയോഗിച്ച് ബന്ധിച്ച് കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം കായലിൽ പൊന്തിയത്. ഒരു കല്ല് ഇളകിപ്പോയിരുന്നു, മറ്റൊന്ന് തലഭാഗത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. നൈലോൺ കയറുകൾ കൊണ്ട് ബന്ധിച്ച കല്ലിൽ നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ കല്ലുകൊണ്ട് കയർ കെട്ടിയ രീതിയും അതിലെ അസാധാരണമായ കുടുക്കും ശ്രദ്ധിച്ചു. സാധാരണയുള്ള ഒരു കെട്ട് അല്ലായിരുന്നു അത്. അതെങ്ങനെ അഴിക്കുമെന്നതും കൗതുകമായി. അവിടെ തുടങ്ങുന്നു കേസിലെ നിർണായകമായ വഴിത്തിരിവ്. അന്വേഷണങ്ങൾക്കൊടുവിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ഭാരമുള്ള വസ്തുക്കൾ കടലിലേക്ക് കെട്ടിയിറക്കുമ്പോൾ ഇത്തരത്തിലുള്ള കെട്ടാറുണ്ടെന്ന് കണ്ടെത്തി. അതും എല്ലാവർക്കും അങ്ങനെ ചെയ്യുക എന്നത് അസാധ്യമാണ്. അതോടെ പോസ്റ്റ്മോർട്ട ശേഷം കല്ലും നൈലോൺ കയറും കെട്ടഴിക്കാതെ തന്നെ അന്വേഷണ സംഘം നിർണായക തെളിവായി ഏറ്റുവാങ്ങി. അപ്പോഴും വീടിന്റെ വാതിൽ തകർത്തല്ല പ്രതി അകത്തേക്ക് കയറിയതെന്നത് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെ തങ്കമ്മയ്ക്ക് അറിയാവുന്ന ആരോ ഒരാളാണ് ആ വീട്ടിലെത്തിയതെന്ന സംശയം ബലപ്പെട്ടു. പരിസരവാസിയുടെ തെറ്റിദ്ധാരണാജനകമായ മൊഴി കൂടിയായതോടെ അയാളിലേക്കുള്ള സംശയത്തിന് ബലം കൂടി. പക്ഷേ ഹൃദ്രോഗിയായ അയാൾ എങ്ങനെ ഒരാളെ കൊലപ്പെടുത്തി ഒറ്റയ്ക്ക് വള്ളത്തിൽ കായലിൽ കൊണ്ട് തള്ളുമെന്ന ചോദ്യം പോലീസിനെ കുഴക്കി. പരിസരത്തെ വീടുകൾ കൂടി നിരീക്ഷണത്തിലാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടയിൽ തങ്കമ്മയുടെ കഴുത്തിൽ കെട്ടിയതിന് സമാനമായ നൈലോൺ കയർ അടുത്തുള്ളൊരു വീട്ടിൽ അയയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വീടിന്റെ ഉടമയായ പ്രകാശനിലേക്ക് അന്വേഷണം നീങ്ങി. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു വിവരം പോലീസിന് ഒരു സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് ലഭിച്ചു. ഒരാൾ സ്വർണവുമായി വിൽപ്പനയ്ക്ക് തന്നെ സമീപിച്ചു എന്നതായിരുന്നു മൊഴി. പണം ഉടൻ നൽകാത്തതിനാൽ അയാൾ സ്വർണവുമായി തിരികെ പോയെന്നും വ്യാപാരി പറഞ്ഞു. ചിത്രങ്ങൾ കണ്ട് പ്രകാശനെ മൊഴി നൽകിയാൽ തിരിച്ചറിഞ്ഞു. അതോടെ പ്രകാശിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്ക് എടുത്തു വെക്കാൻ തങ്കമ്മ പ്രകാശിന്റെ സഹായം തേടിയിരുന്നു എന്ന വിവരം ലഭിച്ചു. പ്രകാശിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മത്സ്യബന്ധനത്തിന് പോയിരുന്ന അയാൾ നൈലോൺ കയറുകൾ ഉപയോഗിച്ച് വള്ളം കെട്ടുന്നതിനും വല കടലിൽ വിരിക്കുമ്പോൾ ഭാരമുള്ള വസ്തുക്കൾ കെട്ടിത്താഴ്ത്തിയിടുന്നത് സമാനമായ രീതിയിലാണെന്നും കണ്ടെത്താനായി. ഇതിൽ അയാൾക്കുള്ള വൈദഗ്ധ്യമാണ് തങ്കമ്മയുടെ കഴുത്തിൽ കുരുക്കിയ ആ കുരുക്കിലും കല്ലിലും കാണാനായത്.
സാക്ഷികൾ ഒന്നുമില്ലാതിരുന്ന ഡിജിറ്റൽ തെളിവുകൾ പേരിന് പോലും ലഭ്യമാകാതിരുന്ന കേസിൽ അന്വേഷണ സംഘത്തിന്റെ സൂക്ഷ്മതയോടെയുള്ള നീക്കമാണ് 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കണ്ടെത്താനായി ആലപ്പുഴയിലെ പോലീസിന് കഴിഞ്ഞത്. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ മികവാർന്ന ഒരു അധ്യായമായി ഈ കേസിനെ നമുക്ക് പറയാനാകും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ബംഗളൂരുവിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൻ തീപിടുത്തം. നാഗദേവനഹള്ളിയിലെ കൗശല്യ സ്കൂളിലായിരുന്നു അപകടം. 4ാം നിലയിലാണ് തീ പടർന്നു പിടിച്ചത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടയുടൻ അധ്യാപകർ കുട്ടികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. നിലവിൽ 3 ഫയർ എഞ്ചിനുകൾ പ്രദേശത്ത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും ചാലക്കുടി മുൻ എംപിയുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു അന്ത്യം. എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിൽ AK ആന്റണിയുടെ വിശ്വസ്തനായിരുന്നു. മുതിർന്ന CPM നേതാവ് TP ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട് മുൻ മേയറാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിളയുടെ സംസ്കാരം നാളെ നടക്കും. ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും വിവാഹിതരാകുന്നു. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് വിവാഹം. തൃക്കരിപ്പൂർ സ്വദേശിനിയാണ് വിദ്യ. അധ്യാപക ജോലിക്ക് വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയായതോടെ വലിയ വിമർശനങ്ങളും കേസും വിദ്യ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ ആർഷോ CPM ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി PG വിദ്യാർത്ഥിയായിരുന്നു ആർഷോ. പിന്നീട് പഠനം മതിയാക്കുകയായിരുന്നു. കണ്ടാനശ്ശേരി ശ്രീ മൂത്തേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു. 6 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്കാണ് ക്ഷേത്ര സന്നിധി സാക്ഷ്യം വഹിച്ചത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഒട്ടനവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. 108 കലശത്തോടുകൂടിയുള്ള പ്രധാന പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നത്. മൂത്തേടത്ത് 4ാം ഭാവ കുടുംബാദികൾ ആരാധിച്ചു വരുന്നതായ ഭഗവതിയുടെ 6 ദിവസത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇതോടെ സമാപിക്കുന്നത്. ചോതി നക്ഷത്രം പ്രതിഷ്ഠയായിട്ടാണ് ഇതോടെ ആരാധിച്ചു വരുന്നത്. 6 ദിവസം 108 കലശത്തിൻ്റെതായ ഒരു ദ്രവ്യകലശം രൂപേണയാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ഗോളക ശില്പി പളനി ആചാര്യയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗോളകയുടെ സമർപ്പണവും നടന്നു. MP രാമചന്ദ്രൻ നായരാണ് ചടങ്ങിന്റെ മുഖ്യ രക്ഷാധികാരി. മൂത്തേടത്ത് തറവാട്ടിലത്തെ ദേവി അതിനൊരു നല്ലൊരു ക്ഷേത്രത്തിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന രീതിയിൽ അതിനെ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠയാണ് നടന്നത്. ദേവി ചൈതന്യം കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ടുള്ള എല്ലാത്തരം പൂജകളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു തന്ത്രി നമുക്ക് ഉണ്ടായി. വടക്കേടത്ത് ദാമോദരൻ തിരുമേനി. എല്ലാവരും ദേവി കടാക്ഷിക്കട്ടെ. ഗോവ ഫെസ്റ്റ് ആബീസ് അവാർഡ്സിൽ 3 സിൽവറും 1 ബ്രോൺസും നേടി മൈത്രി അഡ്വർടൈസിംഗ് ഏജൻസി. ക്യൂരിയസ് ക്രിയേറ്റീവ് അവാർഡ്സിൽ 3 എലിഫന്റ്, 2 ബേബി എലിഫന്റ് എന്നീ പുരസ്കാരങ്ങൾ കൂടി മൈത്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. മൂന്നാറിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സ്ഥിരം സന്ദർശകനായി പടയപ്പ. സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്ന പച്ചക്കറി മാലിന്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് കാട്ടുകൊമ്പന്റെ വരവ്. ഇതോടെ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പടയപ്പ എത്തുന്നത് കുറഞ്ഞു. ഏതാനും ആഴ്ചകളായി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണ് പടയപ്പ. ഓരോ ദിവസവും പച്ചക്കറി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് എത്തിക്കുമ്പോൾ പടയപ്പയും ഹാജരാകും. പച്ചക്കറികൾ അകത്താക്കി മടങ്ങും. പ്ലാന്റിലെ സ്ഥിരം സന്ദർശകനാണെങ്കിലും ജീവനക്കാർക്ക് അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറില്ല പടയപ്പ. നിലവിൽ അപകടകാരിയല്ലെങ്കിലും ഭീതിയിലാണ് ജീവനക്കാർ.
ഇവിടെ ജോലി ചെയ്യുന്നത്. டெய்லி வரும். ஆனால் அது வர்றது ஒரு டைம் வந்து குறித்து சொல்ல முடியாது. 3 மணிக்கு மேலே 3 மணி ஒரு 2:15 அதுக்கு பிறகு வந்துட்டு, ஆனால் நல்ல முறை நல்ல வேஸ்ட்டு வந்து இது காய்கறி வேஸ்ட்டு மட்டும்தான் கொடுப்பாங்க. அப்புறம் மற்றபடி பிளாஸ்டிக் வேஸ்ட்டு எதுவுமே அது சாப்பிடாது. நல்ல வேஸ்ட்டாக சாப்பிடாது, நல்ல காய்கறியாக விட்டா சாப்பிடுது. அவங்க சாப்பிட்டுட்டு அவங்களா திரும்பி போயிடுவார். மக்கள்கிட்ட எந்த தொந்தரவும் கிடையாது. இது தோட்ட தொழிலாளர்கள் அந்த ஏரியாவுக்கும் போக கிடையாது. சாப்பிட்டு கீழே போவார், திருப்பி அந்த டயத்துக்கு கணக்கு பண்ணி வருவார். வந்துட்டு அவர் சாப்பிட போகுது. அதுதான் கிடையாது. വേറെ മറ്റേപടി എന്താ പ്രശ്നം ഇല്ല. മാലിന്യ പ്ലാന്റിലെ പതിവുകാരനായതോടെ പടയപ്പയുടെ തോട്ടം മേഖലയിലെ കറക്കം കുറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ പച്ചക്കറി കൃഷി ലക്ഷ്യമാക്കിയുള്ള വരവും കുറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,395, പവന് 1,15,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,895, പവന് 95,160. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.